വയനാട് വീണ്ടും കടുവയെത്തിയതായി സംശയം. ബത്തേരി സിസിയിൽ പശുക്കിടാവിനെ കടിച്ചു കൊന്നു. ഞാറക്കാട്ടിൽ സുരേന്ദ്രന്റെ പശുവിനെയാണ് കൊന്നത്. കടുവയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ വനംവകുപ്പ് പരിശോധിക്കുന്നു. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, വീണ്ടും കടുവയുടെ ശല്യം ഉണ്ടാകുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ഈ പശുവിനെ കൊന്നത് കടുവ തന്നെയെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? വനംവകുപ്പിന്റെ പരിശോധന ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? വിഷ്ണു, വയനാട്ടിൽ കടുവയുടെ ആശങ്ക, ഭീതി ഒഴിയുന്നില്ല. വയനാട്ടിൽ വിവിധ പ്രദേശങ്ങളിൽ ഈ കടുവയുടെ ആക്രമണം തുടർക്കഥയാവുകയാണ്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയും കടുവയുടെ ആക്രമണം ഉണ്ടായത്. കടുവ രാത്രിയോടെ വീട്ടിലെത്തി സുരേന്ദ്രന്റെ പശുവിനെ കടിച്ചു കൊല്ലുകയായിരുന്നു. സുരേന്ദ്രന്റെ 1 വയസ്സ് പ്രായമുള്ള പശുവിനെയാണ് നിലവിൽ കടിച്ചു കൊന്നത്. ഈ 2 ദിവസം മുമ്പും ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മീനങ്ങാടി പ്രദേശത്ത് കടുവ ഇറങ്ങിയതായി സ്കൂൾ വിദ്യാർത്ഥികൾ കണ്ടിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾ മുന്നിലേക്ക് കടുവ ചാടിയിരുന്നു. അതിനാൽ തന്നെ വളരെ വലിയ നിരീക്ഷണമാണ് ഈ മേഖലയിൽ നടത്തിയത്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രിയോടെ വീണ്ടും കടുവ ഇറങ്ങിയത്. നിലവിൽ വനംവകുപ്പ് അധികൃതരെല്ലാം ഇവിടെ എത്തി ക്യാമറ സ്ഥാപിക്കുവാനും കടുവയുടെ കാൽപ്പാടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ്. എന്തായാലും കൂടുതൽ ക്യാമറയെല്ലാം സ്ഥാപിച്ച് കടുവയ്ക്കായി തിരച്ചിൽ നടത്തുവാനാണ് നിലവിൽ ഈ വനംവകുപ്പിന്റെ ശ്രമം. അതേസമയം വാഗേരി പ്രദേശത്ത് നിന്നും ഒരു 4-5 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. വാഗേരിയിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പായിരുന്നു ഒരു ക്ഷീരകർഷകനെ ഇത്തരത്തിൽ കടുവ കടിച്ചു കൊന്നത്. ഇതിന് തുടർന്ന് വലിയ പ്രക്ഷോഭമാണ് ഉണ്ടായത്. നിലവിലും ജനങ്ങൾ വലിയ അമർഷത്തിലാണ് ഈ മേഖലയിൽ. വിഷ്ണു, ശരി. വയനാട്ടിൽ വീണ്ടും കടുവയുടെ സംശയം. വനംവകുപ്പ് പരിശോധന തുടരുകയാണ്. ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.